പലതരത്തിലുള്ള നടുവേദനകളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഏത് ടൈപ്പ് വേദനയാണ് നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടത്? അതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പൊതുവെയുള്ള നടുവേദനകൾ, മസ്കുലർ ആയാലും ലിഗമെൻറ്റസ് ആയാലും പൊതുവെയുള്ള നടുവേദനകളൊക്കെ ഒരാഴ്ച മുതൽ 3 ആഴ്ചയുടെ അകത്ത് വരെ സെറ്റിലാവും. ഈവൻ നമുക്കൊന്നും ചെയ്തില്ലെങ്കിൽ പോലും വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുത്താലും ബെറ്റർ ആവും. അപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും നടുവേദന എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു 3 വീക്സിൻ്റെ മുകളിലുള്ള നടുവേദനകളൊക്കെ നമ്മൾ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കും. പിന്നെ നടുവേദന ഉള്ളവർക്ക് ചിലപ്പോൾ കാലിലോട്ട് വേദന വന്നിട്ട് കാലിൽ ബലക്കുറവ് വരാം. ബലക്കുറവൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ചിലർ ഡയറക്റ്റായിട്ട് മൂത്രം വലിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്നു, അറിയാതെ മോഷൻ പോകുന്നു. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ നമ്മളതിന് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഹിസ്റ്ററിയൊക്കെ എടുത്ത് എക്സാമിൻ ചെയ്ത് എക്സ്റേ എടുക്കാനും ബ്ലഡ് നോക്കാനും, ചിലപ്പോൾ ഇതൊക്കെ എമർജൻസി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ അന്ന് തന്നെ MRI സ്കാൻ വരെ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ തുടങ്ങണം. പിന്നെ ഉള്ളത് ഈ നേരത്തെ വേറെ ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, ഏതെങ്കിലും ക്യാൻസർ ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിന് നടുവേദന വരുവാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ബിക്കോസ് ഈ ക്യാൻസർ ചിലപ്പോൾ രോഗം മാറിയെന്നുള്ള ആൾക്കാർക്ക് പോലും ലേറ്റർ സ്റ്റേജസിൽ ആ ലോക്കൽ സൈറ്റിൽ പ്രശ്നമില്ലെങ്കിലും നട്ടലിൽ ചിലപ്പോൾ അതിൻ്റെ മെറ്റ്സായിട്ട് മീൻസ് അതിൻ്റെ ഒരു ഇതായിട്ട് സെക്കൻഡറി ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസൊക്കെയാണ് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് നോക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് യങ്സ്റ്റേഴ്സിലാണ് കൂടുതൽ ബാക്ക് പെയിൻ കണ്ടുവരുന്നത്. അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അതിപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ ജോബിൻ്റെ ഇതും പിന്നെ ആൾക്കാരുടെ ടൈമില്ലായ്മയുമുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് എല്ലാം സോഫ്റ്റ്വെയർ ജോബ് എന്ന് പറയുമ്പോൾ 8 hours 10 hours കണ്ടിന്യൂസ് സിറ്റിംഗ് ജോബ്, ഇടയ്ക്ക് ചിലർ ബ്രേക്ക് പോലും എടുക്കാറില്ല. പിന്നെ അവരുടെ സിറ്റിംഗ് പോസ്ചറൊക്കെ ഒരു അഡിക്വേറ്റ് ആയിട്ടിരിക്കത്തില്ല. പിന്നെ ലോങ് ഡ്രൈവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ അവരുടെ പോസ്ചർ കറക്റ്റ് പൊസിഷനിലായിരിക്കത്തില്ല. പിന്നെ നമ്മൾ റോഡൊക്കെ നമുക്കറിയാമല്ലോ, അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ട് പ്രശ്നം വരാനുള്ളത്. അപ്പോൾ ഒന്ന് മെയിനായിട്ടുള്ളത് ലാക്ക് ഓഫ് എക്സസൈസ് ആണ്. ആരും എക്സസൈസ് ചെയ്യാറില്ല. എല്ലാവരും പറയാറുണ്ട്, ബട്ട് ആരും അതിനെ റുട്ടീനായിട്ട് ചെയ്യാറില്ല. എല്ലാവരും തുടങ്ങും, ബട്ട് ദാറ്റ് വിൽ ബി ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഒബിസിറ്റിയാണ് ഏറ്റവും ഇപ്പോൾ കോമൺ ആയിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ള ഒരു കോമൺ പ്രോബ്ലം. ഒബിസിറ്റി വരുമ്പോൾ നമുക്ക് നോർമലി നമുക്ക് സ്പൈനിൽ വെയിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇത് ലംബാർ സ്പൈനാണ്, 5 കണ്ണിയുണ്ട്. അതിൻ്റെ താഴെ ഉള്ളത് സേക്രൽ സ്പൈനാണ്, അതിൽ 5 കണ്ണിയുണ്ട്. അത് 5ഉം ഒന്നിച്ചായിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് നമുക്ക് ബോഡിയുടെ ടോട്ടൽ വെയിറ്റും വരുന്നത് സെക്കൻഡ് സാക്രൽ ബോണിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ഒബിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെയിറ്റ് ട്രാൻസ്മിഷൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാവും. അപ്പോൾ നോർമൽ വെയിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടെ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്ക് മസിൽസിന് ഭയങ്കര സ്ട്രെയിൻ വരും. സ്ട്രെയിൻ വന്നിട്ടാണ് കോമൺലി ഇപ്പോൾ യങ്സ്റ്റേഴ്സിനും ആർക്കായാലും നടുവേദന കൂടുതലായിട്ട് കാണപ്പെടുന്നത്.